നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. മലയാള രാശിചക്രത്തിൽ ഏഴാമത്തെ രാശിയായ തുലാം രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന ഈ കാലയളവ് 2025 ഒക്ടോബർ 18 മുതൽ നവംബർ 16 വരെ നീണ്ടു നിൽക്കും. കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 17 വെള്ളിയാഴ്ച കന്നി രാശിയിൽ നിന്ന് 18 നാഴിക 27 വിനാഴിക കഴിയുമ്പോൾ സൂര്യൻ മകം നക്ഷത്രത്തിൽ തുലാം രാശിയിലേക്ക് സംക്രമണം ചെയ്യുന്നു. ഈ സംക്രമണ സമയത്തെ ഗ്രഹനില ശ്രദ്ധേയമാണ്. മിഥുനം രാശിയിൽ വ്യാഴം നിലകൊള്ളുമ്പോൾ ചിങ്ങം രാശിയിൽ കേതുവും ചന്ദ്രനും ഒരുമിക്കുന്നു. കന്നിരാശിയിൽ ശുക്രനും തുലാം രാശിയിൽ ബുധനും ചൊവ്വയും സഞ്ചരിക്കുന്നു. കൂടാതെ കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സഞ്ചരിക്കുന്നുണ്ട്. ഈ കാലയളവിൽ രാജ്യത്ത് കോടതിയുടെ നീരസത്തിന് കാരണമായേക്കാവുന്ന ചില നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ അഗ്നിബാധ, ആയുധങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മോഷണം എന്നിവ വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകാൻ ഇടയുണ്ട്. കൂടാതെ ചില സാഹചര്യങ്ങളിൽ ബാധിക്കുന്നയാൾ പ്രതിസ്ഥാനത്താകുന്ന അപ്രതീക്ഷിത അവസ്ഥകളും ഉടലെടുത്തേക്കാം. എന്നിരുന്നാലും കർക്കിടകത്തിലെ വ്യാഴമാറ്റം സർക്കാരിന് മൊത്തത്തിൽ ഗുണകരമായ സാഹചര്യം സൃഷ്ടിച്ചേക്കാം. ഈ സംക്രമണ കാലത്ത് അധികാര കൈമാറ്റത്തിനോ ഭരണപരമായ മാറ്റങ്ങൾക്കോ ഉള്ള സാധ്യതയും ജ്യോതിഷപരമായി നിലനിൽക്കുന്നു. കൗതുകകരമെന്ന് പറയട്ടെ, ചില വിഗ്രഹങ്ങൾ ജലത്തിൽ നിന്നും ഉയർന്നു വരുന്നതായോ അല്ലെങ്കിൽ പൊതുശ്രദ്ധ ആകർഷിക്കുന്നതായോ ഉള്ള പ്രതിഭാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽഭാഗം. ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും രോഗദുരിതം വന്ന് ചേരുവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നഷ്ടമുണ്ടാകുവാൻ ഇടയുണ്ട്. കൂട്ട ബിസിനസ് നടത്തുന്നവർ ഡോക്യുമെന്റുകളിൽ സുതാര്യത ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. തൊഴിൽ ക്ലേശം, ധനക്ലേശം അനുഭവപ്പെടും. അന്യജനങ്ങളിൽ നിന്നും ദോഷാനുഭവങ്ങൾ, സ്ത്രീകളോട് വിരോധം എന്നിവ ഉടലെടുക്കും. ഉദരരോഗം, അർഷസ് അലട്ടും. വ്യാഴത്തിന്റെ രാശിമാറ്റം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാൻ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. ജാതകത്തിൽ വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുന്നവർക്ക് സ്വന്തമായി ബിസിനസ് സംരംഭങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. കൃഷികാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് ആദായം വർദ്ധിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വിദ്യാ പുരോഗതി, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി വിദേശ യാത്രവാസം എന്നിവ അനിവാര്യമായി തീരും. സ്ത്രീ മൂലം സാമ്പത്തിക ലാഭം, മനസ്സന്തോഷം ലഭിക്കും. മേലധികാരിയുടെ പ്രശംസ ലഭിക്കുവാനോ ജോലിയിൽ സ്ഥാനക്കയറ്റമോ പ്രതീക്ഷിക്കാം. ജാതകത്തിൽ ബുധൻ ബലവാനായി നിൽക്കുന്നവർക്ക് എഴുത്തുവഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക, ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിവരിക എന്നിവയുണ്ടാകാം. എന്നാൽ വ്യാഴദശ നടക്കുന്നവർക്ക് വ്യാഴം അനുകൂല സ്ഥിതി അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ ചെലവ്, അപമാനം, അന്യദേശവാസം എന്നിവ അനുഭവത്തിൽ വരും. സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾ കുടുംബത്തിൽ അഭിവൃദ്ധി, ധനലാഭം എന്നിവ ഉണ്ടാക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ദുർക്കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക, ദുർപ്രവർത്തികൾ ചെയ്യുവാൻ അവസരം അല്ലെങ്കിൽ സാഹചര്യം, വ്യവഹാര പരാജയം, പുത്രക്ലേശം, കേസ് വഴക്കുകൾ, വീഴ്ച മൂലം ക്ഷതങ്ങൾ, അടുത്ത ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാനും കലഹത്തിനും സാധ്യതയുണ്ട്. ശരീരത്തിനും മനസ്സിനും സുഖക്കുറവ്, രോഗോപദ്രവം, ശത്രുഭയം, അന്യജനങ്ങളിൽ നിന്നും ദോഷാനുഭവങ്ങൾ, തൊഴിൽ രംഗത്ത് ക്ലേശങ്ങൾ, ധനഹാനി, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത സ്വഭാവം, വാക്കുമാറുന്ന സ്വഭാവം, മരണഭയം, ലഹരിയിൽ അമിതമായ ആസക്തി, യാത്രാക്ലേശം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ശത്രുഭയം, സ്ഥാനനഷ്ടം, മദ്യം, മറ്റ് ലഹരി പദാർത്ഥങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും അതുവഴി പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും. സ്ത്രീകളിൽ താല്പര്യം കൂടി മാനഹാനി, ധനനഷ്ടം എന്നിവ ഉണ്ടാകും. ഭൂമി നഷ്ടം, കുടുംബ അഭിവൃദ്ധി കുറവ് അനുഭവപ്പെടും. അനാവശ്യമായ കേസുകൾ വരുവാൻ സാധ്യതയുണ്ട്. പ്രവർത്തനമാന്ദ്യത, യാത്രാക്ലേശം, യാത്രയിൽ അപകടങ്ങൾ എന്നിവ ഉണ്ടാകും. മാതാവിന് ക്ലേശകരമായ അവസ്ഥ ഉണ്ടായേക്കാം. രക്തസ്രാവമോ സംബന്ധമായ അസുഖമോ വർദ്ധിക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം. രോഗങ്ങൾ മാറി ആരോഗ്യവും ശരീരശോഭയും വർദ്ധിക്കും. സത്സുഹൃത്തുക്കൾ ഉണ്ടാവുകയും അവരിൽ നിന്നും ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുക, കീർത്തി, ഉന്നത പദവി, ഭക്ഷണസുഖം, ഈശ്വരാനുഗ്രഹം,
ഭാഗ്യവർദ്ധനവ്, ശത്രുക്കളുടെ മേൽ വിജയം എന്നിവ ഉണ്ടാകും. സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. വ്യവഹാര വിജയം, ധനലാഭം, അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധുജനങ്ങളുമായും ജീവിത പങ്കാളിയുമായും സൗഖ്യത്തിൽ കഴിയുക, പരമോപകാര തൽപരത എന്നിവ ഉണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കൃഷി, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ പണം മുടക്കിയവർക്ക് ധനം നഷ്ടം വരുന്ന സമയമാണ്. എന്നിരുന്നാലും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം ദുർപ്രവൃത്തി ചെയ്യുവാനുള്ള അവസരം ഉണ്ടാകും. തൊഴിൽ ക്ലേശങ്ങൾ, വ്യാപാര നഷ്ടം, കടബാധ്യത, നേത്രരോഗം, മനോദുഃഖം, കുടുംബ സുഖക്കുറവ്, ചതിപറ്റുക, വേണ്ടപ്പെട്ടവരിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കുക, തസ്കര ഭയം, അന്യസ്ത്രീ ബന്ധം എന്നിവ ഉണ്ടാകും. തലവേദന, ശിരോരോഗം, ത്വക്ക് രോഗം വർദ്ധിക്കും. വിദേശവാസം, ജോലി അനുഭവത്തിൽ വരും. എന്നാൽ കുടുംബജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. നേത്രസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്. ജാതകത്തിൽ ആദിത്യൻ ബലമില്ലാത്തവർക്ക് യാത്രയിൽ ദുരിതങ്ങൾ ഉണ്ടാകും. കാര്യതടസ്സം, ദേഹദുരിതം, ഉഷ്ണരോഗങ്ങൾ, ഹൃദ്രോഗം, അനാവശ്യമായ കോപം മൂലം പലവിധത്തിലുള്ള ദോഷാനുഭവങ്ങൾ, ഭൂമിനഷ്ടം, ഭക്ഷണസുഖക്കുറവ്, അഗ്നിമൂലം ദോഷാനുഭവങ്ങൾ, ത്വക്കുരോഗം, ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം, മാനഹാനി, ദ്രവ്യനാശം, അനാവശ്യ ചെലവുകൾ എന്നിവ അനുഭവത്തിൽ വരും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വിദേശവാസം, ജോലി അനുഭവത്തിൽ വരും. അമിതമായ ആഡംബര പ്രിയത്വം വർദ്ധിക്കും. വേണ്ടപ്പെട്ടവരുടെ വിയോഗം ഉണ്ടാകും. ദമ്പതികൾ തമ്മിൽ ഐക്യം കുറയും. തൊഴിൽ ക്ലേശങ്ങൾ, സ്ഥാനഭ്രംശം, പല തൊഴിലുകൾ ചെയ്യേണ്ടതായ അവസ്ഥ, ധനനഷ്ടം, ബിസിനസ്സുകളിൽ പരാജയം, അന്യസ്ത്രീയിൽ താല്പര്യം എന്നിവ സംജാതമാകും. എല്ലാ കാര്യങ്ങളിലും അലസതയും തടസ്സവും നേരിടും. സുഹൃത്തുക്കളുമായും വേണ്ടപ്പെട്ടവരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടും. വിവാഹ തടസ്സം, ശത്രുഭയം, ധനനഷ്ടം എന്നിവ ഉണ്ടായേക്കാം. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. തൊഴിൽ വിജയം, വിദേശവാസം, ജോലി എന്നിവ അനുഭവത്തിൽ വരും. വ്യാപാരം, ബിസിനസ് എന്നിവയിൽ പുരോഗതി, ധന ഭാഗ്യയോഗം, ആരോഗ്യവർദ്ധനവ്, വസ്തുലാഭം ഉണ്ടാകും. ചിലർക്ക് കീർത്തി, സ്ത്രീസുഖം, ശത്രുഹാനി, വ്യവഹാര വിജയം, സത്പുത്രയോഗം എന്നിവയുണ്ടാകും. പുതിയതായി സംരംഭം തുടങ്ങിയവർക്ക് അപ്രതീക്ഷിതമായ സഹായഹസ്തം ലഭിക്കും. സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം ഇഷ്ടഭക്ഷണം കഴിക്കുവാനുമുള്ള അവസരം വന്നുചേരും. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളുമായി പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുക, തൊഴിൽ വിജയം, ധനലാഭം, കുടുംബ ഭാര്യപുത്ര സുഖം, കാര്യവിജയം, സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾ, ആഡായ ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവയുണ്ടാകും. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് അർഹമായ ശമ്പളവും ആനുകൂല്യതയോടുകൂടി പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും, ശരീരസുഖം, മനസ്സുഖം, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ സംഭവിക്കുക, വിവാഹഭാഗ്യം എന്നിവയുണ്ടാകും. ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് തൊഴിൽ തടസ്സം, കുടുംബകലഹം എന്നിവയുണ്ടായേക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അതീവമായ കോപശീലം, അനാവശ്യ കൂട്ടുകെട്ടിൽ അകപ്പെടുക, ആഡംബര പ്രിയത്വം, അപമാനം, ധനനഷ്ടം, കാര്യതടസ്സം എന്നിവ വരുവാൻ സാധ്യതയുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വിയോഗം ഉണ്ടാകും. സന്തതികൾക്ക് ദുരിതം, യാത്രയിൽ അപകടങ്ങൾ എന്നിവയുണ്ടാകും. കേസ് വഴക്കുകളിൽ അകപ്പെടും. സ്ത്രീകൾ മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. മാനസികമായി വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ട അവസ്ഥവിശേഷം ഉണ്ടാകും. വേണ്ടപ്പെട്ട ആൾക്കാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുവാനും വിരോധത്തിൽ ആയിത്തീരുവാനുമുള്ള അവസ്ഥയുണ്ടാകും. ഭാര്യ ഭർതൃ കലഹം, തൊഴിൽ ക്ലേശങ്ങൾ എന്നിവയുണ്ടാകും. രോഗങ്ങൾ അലട്ടിയേക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. തൊഴിൽ ക്ലേശം, വരുമാനക്കുറവ്, സ്ത്രീകൾ മൂലം ദോഷാനുഭവങ്ങൾ, അന്യരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരിക, ഭാര്യ ഭർത്തൃ കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകും. ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം കൂടുന്ന സമയമാണ്. കോടതി കേസുകളിൽ പരാജയം നേരിടേണ്ടി വരികയും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി സാഹചര്യം ഉണ്ടാവുകയും കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗദുരിതങ്ങൾ വരുന്ന സമയമാണ്. അഗ്നി, ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. ലോൺ, മറ്റ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെട്ട് ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകും. വ്രണരോഗം, പനി, ജലദോഷം, മുറിവുകൾ എന്നിവയ്ക്ക് സാധ്യത. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.